കൽപ്പറ്റ നഗരസഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായ ശശി മാസ്റ്റർ നമ്മോടൊപ്പം ചേരുന്നു. എന്ത് തോന്നുന്നു ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിൽ? വളരെ സന്തോഷമായിട്ട് തോന്നുന്നു. പിന്നെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റി 25-ാം വാർഡ് ഓണിവയിലെ നല്ലവരായ വോട്ടർമാരാണ് എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഇന്നിങ്ങനെ ഒരു സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം തന്നത് അവരാണ്. അവരോട് എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാൻ എപ്പോഴും അവരെ കൂടെ തന്നെ ഉണ്ടാവും. അവർക്ക് എന്താണോ ആവശ്യങ്ങൾ എന്ന് വെച്ചിട്ട് അങ്ങനെയല്ല, ഒരുവിധം നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ആ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ 25-ാം വാർഡിൽ പിന്നെ പോക്കറ്റ് റോഡുകൾ, കുടിവെള്ളം, പിന്നെ ലൈഫ് പദ്ധതി, അത്തരം കാര്യങ്ങളൊക്കെ ആ പിന്നെ ടൗൺ ഹാൾ ഇവിടേക്ക് വന്നിട്ട് ടൗൺ ഹാൾ നിർബന്ധം എന്തായാലും പെട്ടെന്ന് ചെയ്യണം. കാരണം പാവപ്പെട്ട ആളുകൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇത് നടത്തണമെങ്കിൽ വലിയ ഇവിടെ പോയാൽ 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ കൊടുക്കണം. അന്നേരം കൂടി ചെറിയൊരു പൈസയ്ക്ക് മുനിസിപ്പാലിറ്റി ടൗൺ ഹാൾ ശരിയാ, അത് പ്രധാന ഘടകമാണ്. പിന്നെ നഗരവികസനം കാര്യമായിട്ട് ചെയ്യണം. പിന്നെ വാർഡ് കൂടെ 30 വാർഡും പിന്നെ ഭരണസമിതി ഏതാണെങ്കിൽ അങ്ങനെ നോക്കൂല. 30 വാർഡിലേക്കും വേണ്ട വികസനങ്ങൾ ചെയ്തെങ്കിൽ ഈ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ ഒരു വികസനം ഉണ്ടാവും. അപ്പോൾ പോക്കറ്റ് റോഡുകൾ, പിന്നെ നഗരവികസനം, പിന്നെ കുടിവെള്ളം എല്ലാം ഞാൻ പറഞ്ഞില്ല, ലൈഫ് പദ്ധതി എല്ലാം എന്തൊക്കെ പിന്നെ കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ കൊണ്ടുവരാൻ കഴിയണം. അതാണ് വേണ്ടത്. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യും. താങ്കളാണല്ലോ ഏറ്റവും മുതിർന്ന അംഗം. എത്രാമത്തെ തവണയാണ് താങ്കൾ കൗൺസിലർ ആവുന്നത്? 2ാമത്തെ തവണയാണ് കൗൺസിലർ ആകുന്നത്. 1ാമത്തെ തവണ പിന്നെ സ്വതന്ത്രനായിട്ട് ഇപ്പോൾ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിച്ചത്, വിജയിക്കുകയും ചെയ്ത്. ഞാൻ CPIൻ്റെ സ്വതന്ത്രനായിട്ടാണ്, അതായത് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് GP ചിഹ്നത്തിലാണ് ഞാൻ മത്സരിച്ചത്, ജയിച്ചത്. നഗരസഭാ ചെയർമാനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ, കാരണം എൻ്റെ കൂടെയുള്ള ആളുകൾ അത്രയും വർക്ക് ചെയ്ത് ആ വർക്ക് ചെയ്തതിൻ്റെ അതിലൊരാളാണ് എൻ്റെ തൊട്ടടുത്തുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ നിന്ന് എല്ലാവരും നല്ല വർക്ക്, പിന്നെ പാർട്ടി അത്ര എന്നെ എന്താ പറയുക ഒരു കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടുവരുന്ന് എന്നെ വിജയിപ്പിച്ചെടുത്ത് വിജയിപ്പിച്ചെടുത്തത് അവിടുത്തെ വോട്ടർമാരെ ഒരിതാണ്. ശശിമാഷ് വന്നാൽ കുറേ വികസനം ഇവിടെ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ 2010-15 മുതൽ കൽപ്പറ്റ മുനിസിപ്പൽ മടിയൂർക്കുനി 20-ാം വാർഡിൻ്റെ കൗൺസിലറായപ്പോൾ ഒട്ടനവധി വികസനം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അവിടെ ഇനി ചെയ്ത് ബാക്കിയൊന്നും ചെയ്യാനില്ലായിരുന്നു. പിന്നീട് വന്ന കൗൺസിലർമാർ ആരായാലും പിന്നെ 2 UDF കൗൺസിലർമാരാണ് വന്നത്. അവർക്ക് ഞാൻ ചെയ്തതിൻ്റെ മിനുക്കുപണി മാത്രമേ ചെയ്യാനുള്ളൂ. പക്ഷെ അത് അവർ പോലും അതൊന്നും ചെയ്യാതെ, കുറ്റപ്പെടുത്തില്ല, അവരൊന്നും ചെയ്യാതെ വെറുതെ കയ്യും വീശി നടക്കും. പിന്നെ അതിൽ കാര്യമല്ല. പിന്നെ കൗൺസിൽ മീറ്റിംഗ് പോയിട്ട് ഒരു മൂലക്കിരുന്ന് കൗൺസിൽ മീറ്റിംഗ് പറയുന്നതും കേട്ട് അവിടുന്ന് ഒരു കാലിച്ചായയും വാങ്ങി കുടിച്ച് വെറുതെ പോന്നിട്ട് കാര്യമല്ല. നമ്മൾ വാർഡിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണോ എന്ന് ചോദിച്ച് വാങ്ങാനുള്ള കഴിവ് വേണം. അതാണ് ഒരു കൗൺസിലർ. അത് ഞാൻ ചെയ്യുന്ന എനിക്ക് ഉറപ്പാണ്. ോടും പുതിയ ചെയർപേഴ്സണോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊന്ന് കൽപ്പറ്റ ട്രാഫിക് ഐലൻഡ് നിർബന്ധമായിട്ട് വേണം. അതുപോലെ പല കുട്ടികൾക്ക് കളിക്കാനുള്ള ഫുട്ബോൾ ഗ്രൗണ്ട്, പിന്നെ 3ാമത്ത് നമുക്ക് ടൗൺ ഹാൾ അങ്ങനെയുള്ള ഒരുപാട് വികസനങ്ങൾ ഇദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി കൽപ്പറ്റ പൗരസമിതി ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ചെയ്യും ഉറപ്പാണ്.